സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ക്ഷേത്രത്തിൻ്റെ കാര്യം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള സ്കൂളാണ് ദേവി വിലാസം സ്കൂൾ. ഇവിടുത്തെ സ്കൂളിൽ പഠിച്ച കുട്ടി എല്ലാവർക്കും ഒരു മാതൃകാപരമാണ്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും. നമ്മുടെ വീടുകൾ ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ചിരട്ടകൾ കൊണ്ട് അതിമനോഹരമായ കീ ചെയിനുകൾ, പാത്രങ്ങൾ, ഫ്ലവർ ഫേഴ്സുകൾ, സ്പൂണുകൾ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ അതിമനോഹരമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ്, പിന്നെ കറി എടുക്കാനുള്ള പാത്രം, ഐസ്ക്രീം ബോൾ, അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഠിത്തത്തിനിടയിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിപണി കണ്ടെത്തുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണണം. അദ്ദേഹത്തിനൊരു ലൈക്ക് കൊടുക്കണം. ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകട്ടെ. തുടർന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവൻ പഠിത്തത്തിനായിട്ട് വിനിയോഗിക്കുന്നു. അതാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നിയത്. ആ ആളിനൊന്ന് പരിചയപ്പെട്ടാലോ? എന്റെ പേര് ഹരിലാല്. ഹരിലാല്. ഞാൻ താമസിക്കുന്നത് കോട്ടയത്താണ്. പിന്നെ ഇതുപോലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ പൊതുവെ ഒരു 8ാം ക്ലാസ് ഒക്കെ തൊട്ട് ചെയ്തു തുടങ്ങിയതാണ്. പഠിക്കുന്ന കാലം തൊട്ട് ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അങ്ങനെ പല പല മേളകൾക്കും പോയി നല്ല സമ്മാനങ്ങളെല്ലാം കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു എന്താ പറയണ്ടേ, ഒരു ബിസിനസ് മേഖലയും കൂടെയാണ് എന്റെ ഇത് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും ഉപയോഗ സാധനങ്ങളും ഷോപ്പ് പീസുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും എല്ലാം കുറെ സാധനങ്ങൾ അവധി സമയങ്ങളാണ് ചെയ്യുന്നത്. ഫ്രീ ചെയ്യുന്നതാണ്. ഞാൻ പഠിക്കുകയാണല്ലോ. ഞാൻ ഇപ്പം ഡിഗ്രി തേർഡ് ഇയറിന് പഠിക്കുകയാണ്. അപ്പൊ ഫ്രീ ടൈം പഠിക്കുകയാണ്. അതിന്റെ സമയത്താണ് ഇതൊക്കെ അവധി സമയങ്ങളെല്ലാം ചെയ്യുന്നു. ഇതൊക്കെ നമ്മള് മെഷീനാണോ ഇതെല്ലാം കട്ട് ചെയ്യുന്നത്? അതെ, മെഷീനാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ കൈയൊക്കെ വളരെ ശ്രദ്ധിക്കും അല്ലേ? കൈയെല്ലാം വളരെ ശ്രദ്ധിക്കും. ഇതെല്ലാം സാൻഡർ മെഷീനും കട്ടർ മെഷീനും അതെല്ലാം ഉപയോഗിച്ചാണ് ഇതെല്ലാം കട്ട് ചെയ്യുന്നത്. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, ഹോൾ ഇടാനായിട്ടും എല്ലാത്തിനും വേണ്ടി. അത് ശരി. ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഈ സാധനം ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇതെന്ന് പറയുന്നത് മുളക് പൊടിക്കകത്ത്, ഉപ്പുപൊടിക്കകത്ത്, മഞ്ഞപ്പൊടിക്കകത്തൊക്കെ നിലവിൽ കിടക്കുന്നത് സ്റ്റീലോ പ്ലാസ്റ്റിക് ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ഇത് മാറ്റി നല്ല രീതിയിൽ സംഭവം ഇടാൻ പറ്റും. കാരണം എക്കോ ഫ്രണ്ട്ലി ആണ്, ഒരു കുഴപ്പമില്ല. നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരു അതിനുള്ള കുഴപ്പങ്ങളില്ല. പിന്നെ ഇത് ഒരുപാട് വർഷത്തിന് ഉപയോഗിക്കാനും പറ്റും. നിലവിൽ കിടക്കുന്ന സ്റ്റീലൊക്കെയാണ് കുറെ കഴിയുമ്പോൾ തുരുമ്പൊക്കെ എടുത്ത് പോകും. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താമോ എന്നൊക്കെയാണെന്ന്? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടുപയോഗ സാധനങ്ങൾക്ക് വേണ്ടി, അതായത് പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കാൻ പറ്റും, നട്ട്സ് ഇട്ട് വെക്കാൻ പറ്റും, ചിപ്സ് ഇട്ട് വെക്കാം, കറികൾ എടുക്കാം, അങ്ങനെയുള്ള എല്ലാ യൂസുകളും ഉണ്ട് ഇത് വെച്ചുകൊണ്ട്. പിന്നെ ഇത് ചെറിയൊരു ബൗള്, ഇത് വേണം കറി എടുക്കാം, ഐസ്ക്രീം ഒക്കെ എടുക്കാനും, ചന്ദനം ഇട്ട് വെക്കാം, അങ്ങനെയുള്ള യൂസാണ് ഇതിനുള്ളത്. ഓർഡർ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതാണ് വിഷയം. തെറ്റായതുകൊണ്ട് ഇതൊരു മോഡൽ അല്ലേ? ഓക്കെ. അടുത്ത അവിടെ കൊണ്ട് വെച്ചിട്ട് അടുത്തത് ഇത് വേറൊരു ഡിസൈൻ. ഇതിനകത്തൊക്കെ എന്നാ ഇടുന്നത്? ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സിന്റെ ചെടിച്ചട്ടി. അടുത്തോണ്ട് വെച്ച് ഇന്ന് ഈ കുമാരനെല്ലൂരിൽ ആറാട്ടാണ്. ആറാട്ടടവിലോട്ട് പോയിരിക്കുകയാണ്. ഇത് വരവേൽക്കാനുള്ള ആന അങ്ങോട്ട് പോവുകയാണ്. ആന പുറകെ വന്നപ്പം തിരിഞ്ഞു നിന്ന് പോകും. എന്താ ഭംഗിയല്ലേ? സൂപ്പർ. രാത്രിയിൽ പ്രത്യേക ഒരഴക. എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ സ്പ്രേ ഒരു കുഴപ്പമില്ല. ചിരട്ട എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളഞ്ഞാൽ മാത്രമേ നാശമുള്ളൂ. ഇത് മണ്ണിൽ കിടന്നാലും വെള്ളത്തിൽ കിടന്നാലും പ്രശ്നമില്ല. ലോങ് ലാസ്റ്റിംഗ്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ തരുവാണെങ്കിൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. അതായത് ഇൻഡോർ പ്ലാന്റ്സിന്റെ പോട്ടുകളാണ് ഇതെല്ലാം വരുന്നത്. ഈ പല ഡിസൈൻ ഉള്ളതുണ്ട്, ഇതുപോലെ ഉള്ളതുണ്ട്. പിന്നെ
ഷോ പീസുകളുണ്ട്. ഇതുപോലുള്ള വലിയ ഷോ പീസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുപോലൊക്കെ ഉള്ള കസ്റ്റമർ പറയുന്ന രീതി ഇതിന് അറ്റത്തിരിക്കുന്നതെല്ലാം ഒരു ചെറിയ തേങ്ങയുടെ പീസുകളല്ലേ? ചെറിയ തേങ്ങയുടെ പീസുകൾ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് ഉണ്ടാക്കി നല്ല ഹാർഡ് വർക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് കൈയൊക്കെ പോകാതെ സൂക്ഷിച്ച് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം വളരെ നന്ദി പരിചയപ്പെട്ടതിൽ. താങ്ക് യു. എല്ലാം ഓക്കെ, എല്ലാ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു. കണ്ടല്ലോ, ആ ചേട്ടൻ ചെയ്തത് കണ്ടല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, സംഗീതവും കായികവും ഏതാണോ താല്പര്യം, അതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ ഈ കുമാരനല്ലൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും നമസ്കാരം.